സിന്ദൂരരേഖ ഭാഗം 118. ആരാ വേണം? തെലുങ്ക് കലർന്ന മലയാളത്തിൽ അവരവനോട് ചോദിച്ചു. ഇത് അനവധ്യയുടെ വീടല്ലേ? മനുവിൻ്റെ ശബ്ദത്തിൽ തെല്ലുപോലും മയമില്ലായിരുന്നു. തീർത്തും കടുപ്പത്തിൽ തന്നെയായിരുന്നു അവൻ അതവരോട് ചോദിച്ചത്. അനവധ്യ എന്ന പേര് കേട്ടതും ആ സ്ത്രീയുടെ മുഖം ഒന്ന് വിളറി വെളുത്തു. അവർ ഭയത്തോടെ അവനെ ഒന്ന് നോക്കി. അവരുടെ കണ്ണുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ കണ്ണുകളിൽ വല്ലാത്തൊരു പതർച്ചയും പരവേശവും മനു വ്യക്തമായി ശ്രദ്ധിച്ചു. അവർക്ക് മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. അതെ, അവളിപ്പോൾ ഇവിടെ ഇല്ല. ആ സ്ത്രീ വാക്കുകൾ കിട്ടാതെ പതറി. മനു മറുപടിയൊന്നും പറയാതെ ആ ചെറിയ ഫ്ലാറ്റിനകത്തേക്ക് കയറി. ആ വീട് കണ്ടതും അവൻ്റെ ഉള്ളിൽ വീണ്ടും വല്ലാത്തൊരു വിസ്മയമാണ് തോന്നിയത്. തീർത്തും ദരിദ്രമായൊരു ലോ ക്ലാസ് ഫ്ലാറ്റ്. ആകെ ഒരു ചെറിയ ഹാളും അതിനോട് ചേർന്നൊരു അടുക്കളയും മാത്രം. ഹാളിൽ ഒരു പഴയ പായയും കീറിയ പ്ലാസ്റ്റിക് കസേരയും അല്ലാതെ മറ്റൊരു ഫർണിച്ചറും ഉണ്ടായിരുന്നില്ല. ചുമരുകളിൽ പലയിടത്തും പായൽ പിടിച്ചിരിക്കുന്നു. കേരളത്തിൽ വലിയൊരു ഹോസ്പിറ്റലിൻ്റെ ഭരണം പിടിച്ചെടുക്കാൻ നോക്കിയ കോടികൾ സ്വപ്നം കണ്ട അനവധ്യ താമസിക്കുന്നത് ഇങ്ങനെയൊരു സാഹചര്യത്തിലാണോ എന്ന് അവനൊന്ന് അത്ഭുതപ്പെട്ടു. അവളെവിടെ? മനു തിരിഞ്ഞ് ആ സ്ത്രീയെ നോക്കി വീണ്ടും ചോദിച്ചു. അവൻ്റെ കണ്ണുകളിലെ കടുപ്പം അവരെ ഒന്ന് ഭയത്തിലാഴ്ത്തി. അവള് രാവിലെ ജോലിക്ക് പോയതാണ്. വരാൻ ഒത്തിരി വൈകും, അവർ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഒരു കള്ള ഒളിക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള ആ പതർച്ച അവരുടെ ഓരോ വാക്കിലും പ്രകടമായിരുന്നു. അവളുടെ ജോലി എന്താണെന്നോ എവിടെയാണെന്നോ വ്യക്തമായി പറയാൻ അവർ മുതിർന്നില്ല. അപ്പോഴാണ് അടുക്കളയുടെ ഭാഗത്തു നിന്ന് ഒരു നേർത്ത കുഞ്ഞു ശബ്ദം കേട്ടത്. മനു പതിയെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി. അവിടെ ഒരു പ്ലാസ്റ്റിക് പാത്രം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കുഞ്ഞ്. ഏകദേശം 1 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുഞ്ഞ്. വലിയ കണ്ണുകളും നിഷ്കളങ്കമായ മുഖമുള്ള ആ കുഞ്ഞ് കയ്യിലെ കളിപ്പാട്ടം താഴെയിട്ട് മനുവിൻ്റെ വലിയ ശരീരത്തിലേക്ക് നോക്കി പതിയെ ഒന്ന് പുഞ്ചിരിച്ചു. ആ കുഞ്ഞിനെ കണ്ട നിമിഷം മനുവിൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് തൻ്റെയും അമ്മാളുവിൻ്റെയും നഷ്ടപ്പെട്ടു പോയ ആ ചോരയാണ്. തങ്ങളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ കാരണക്കാരിയായ സ്ത്രീയുടെ കൂടെ ഒരു കുഞ്ഞുണ്ടെന്ന സത്യം അവൻ്റെ നെഞ്ചിൽ ഒരു വലിയ നോവായി പടർന്നു. എങ്കിലും ആ കുഞ്ഞിൻ്റെ മുഖത്തെ നിഷ്കളങ്കത അവനെ ഒരു നിമിഷം ശാന്തനാക്കി. മനു പതുക്കെ ആ അമ്മയുടെ നേരെ തിരിഞ്ഞു. തൻ്റെ ഉള്ളിൽ തിളച്ചുമറിഞ്ഞ പ്രതികാര ചിന്തകൾ അവൻ തൽക്കാലം അടക്കി പിടിച്ചു. ആ അമ്മയോട് കൂടുതൽ തർക്കിക്കാനോ ആ വീട്ടിൽ വെച്ച് ബഹളം വെക്കാനോ അവൻ ആഗ്രഹിച്ചില്ല. കാരണം അനവധ്യ നേരിട്ട് തൻ്റെ മുന്നിൽ വരണമെന്ന് അവൻ അന്നേരം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നതാണ്. അവളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി ഈ അമ്മയുടെ പതർച്ചയിൽ നിന്നും ലഭിക്കില്ലെന്ന് അവന് ബോധ്യമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ കൂടുതൽ സമയം അവിടെ നിൽക്കാൻ താല്പര്യപ്പെട്ടില്ല. ശരി, അവൾ വരട്ടെ, മനു തൻ്റെ പോക്കറ്റിൽ കൈകളിട്ടുകൊണ്ട് കടുപ്പത്തിൽ പറഞ്ഞു. അവൾ വരുമ്പോൾ അവളോട് എന്നെ വിളിക്കാൻ പറയണം. എൻ്റെ നമ്പർ ഓൾറെഡി അവളുടെ കയ്യിലുണ്ട്. അതവൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. മനുവിൻ്റെ ആ വാക്കുകളിലെ താക്കീത് കേട്ടതും ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർക്ക് മറുപടിയൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഞാൻ വന്നിരുന്നു എന്ന കാര്യം അവളോട് പറയാൻ മറക്കരുത്. എനിക്ക് അവളോട് നേരിട്ട് ചില കാര്യങ്ങൾ തീർക്കാനുണ്ട്. മനു അത്രയും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. ഫ്ലാറ്റിൻ്റെ പടവുകൾ ഇറങ്ങി താഴേക്ക് വരുമ്പോൾ മനുവിൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. ഉള്ളിൽ പ്രതികാരത്തിൻ്റെ കനലുകൾ ആളിക്കത്തുന്നുണ്ടായിരുന്നെങ്കിലും ആ വീട്ടിൽ കണ്ട കാഴ്ചയും ആ കുഞ്ഞിൻ്റെ മുഖവും അവൻ്റെ ചിന്തകളെ അല്പം ഉലച്ചിരുന്നു. എങ്കിലും അമ്മാളും അനുഭവിച്ച സങ്കടങ്ങൾക്ക് അനവധ്യ മറുപടി നൽകിയേ തീരൂ എന്നവൻ ഉറപ്പിച്ചു. അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ഒരു വശത്തേക്ക് മാറി നിന്ന് റോഡിലെ തിരക്കുകളിലേക്ക് നോക്കി. അനവധ്യയുടെ കോളിനായി അവൻ്റെ വിരലുകൾ ഫോണിൽ മുറുകി പിടിച്ചിരുന്നു. അവൾ ഫോൺ വിളിക്കുന്ന ആ നിമിഷത്തിനായി, അവളുടെ മുഖത്ത് നോക്കി കണക്കുകൾ ചോദിക്കുന്ന ആ സമയത്തിനായി അവൻ അന്നേരം മുതൽ കാത്തിരിക്കാൻ തുടങ്ങുകയായിരുന്നു. തികച്ചും അക്ഷമനായി തന്നെ. ഒരു പകല് മുഴുവൻ ഹൈദരാബാദിൻ്റെ ആ തിരക്കേറിയ നഗരത്തിൽ മനു കാത്തിരുന്നു. ഓരോ തവണ കയ്യിലെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുമ്പോഴും അനവധ്യയുടെ കോളായിരിക്കുമെന്ന് അവൻ കരുതി. പക്ഷേ നിമിഷങ്ങളും മണിക്കൂറുകളും കൊഴിഞ്ഞു പോയിട്ടും അവളുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. തന്നെ തേടി ആ ഫ്ലാറ്റിൻ്റെ പടിവാതിലിൽ മനു എത്തിയെന്നറിഞ്ഞിട്ടും അവൾ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഭയപ്പെടുന്നു എന്നവന് മനസ്സിലായി. അപ്പോഴാണ് ഫോൺ സ്ക്രീനിൽ അമ്മാളുവിൻ്റെ പേര് തെളിഞ്ഞത്. മനു ശ്വാസമൊന്ന് നേരെയാക്കി മുഖത്ത് ശാന്തത വരുത്തിക്കൊണ്ട് ഫോൺ കാതോരം ചേർത്തു. ഹലോ അമ്മു. മനുവേട്ടാ, എന്ത് ചെയ്യുക? തിരക്കിലാണോ? അപ്പുറത്ത് നിന്ന് അവൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മാളുവിൻ്റെ ആർദ്രമായ ശബ്ദം തിരികെ കേട്ടു. ഏയ്, തിരക്കൊന്നുമില്ല, ഞാൻ റൂമിൽ തന്നെയുണ്ട്. നീ എന്ത് ചെയ്യുക? അമ്മയും ഉണ്ണിയൊക്കെ എവിടെ? മനു വളരെ നോർമലായി ചോദിക്കാൻ ശ്രമിച്ചു. എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഉണ്ണിയേട്ടൻ വൈകുന്നേരം സ്റ്റേഷനിൽ പോയിരുന്നു. സൂര്യേട്ടനെ കണ്ടു, സംസാരിച്ചു. കേസിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. മനുവേട്ടൻ അവിടെ എക്സിബിഷൻ്റെ തിരക്കുകളിലായിരിക്കുമല്ലേ? അമ്മാള് ചോദിച്ചു. അവളുടെ ആ ചോദ്യം കേട്ടപ്പോൾ മനുവിൻ്റെ നെഞ്ചിലൊരു നോവ് തോന്നി. താനിപ്പോൾ അവളോട് പറഞ്ഞിരിക്കുന്നത് പോലെ എക്സിബിഷന് വേണ്ടി വന്നിരിക്കുന്നതല്ല,
തങ്ങളുടെ ജീവിതം തകർത്തവളെ തേടിയാണ് പോയതെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും തന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് കരുതിക്കൊണ്ട് അവൾ ആ സത്യം മൂടിവെച്ച് അവൻ പറഞ്ഞ കള്ളത്തിന്മേൽ തന്നെ നിന്നുകൊണ്ട് അവനോട് തിരികെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഒടുവിൽ ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് കണ്ട് അവൻ വീണ്ടും അതേ ഫ്ലാറ്റ് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. അതേ ഇടുങ്ങിയ റോഡുകളും അഴുക്കുചാലുകളും പിന്നിട്ട് ക്യാബ് ആ പഴകി പൊളിഞ്ഞ ഫ്ലാറ്റിന് മുന്നിൽ വന്ന് നിന്നു. മനു ദേഷ്യത്തോടെ പടവുകൾ വേഗത്തിൽ കയറി 3-ാമത്തെ നിലയിലെ 304-ാം നമ്പർ മുറിക്ക് മുന്നിലെത്തി. അവൻ വാതിലിൽ ശക്തമായി മുട്ടി. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞിട്ടും ഉള്ളിൽ നിന്നും യാതൊരു ശബ്ദവും കേട്ടില്ല. അവൻ വീണ്ടും വാതിലിൽ തട്ടി. ശബ്ദം കേട്ട് തൊട്ടടുത്ത മുറിയിലെ വാതിൽ തുറന്ന് മറ്റൊരു സ്ത്രീ വെളിയിലേക്ക് വന്നു. അവിടെ ആരുമില്ല, അവർ തെലുങ്കിൽ പറഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്നവരെവിടെ? ആ പ്രായമായ അമ്മയും ആളും കുഞ്ഞും? മനു ശബ്ദം അല്പം മയപ്പെടുത്തി തന്നെ ചോദിച്ചു. അവരോ? അവരിന്നലെ രാവിലെ തന്നെ ഇവിടുന്ന് ഒഴിഞ്ഞുപോയി. രാത്രി ഒരു വണ്ടി വന്ന് അവരുടെ സാധനങ്ങളെല്ലാം കയറ്റിക്കൊണ്ടുപോയി. എങ്ങോട്ടാണ് പോയതെന്ന് ആരോടും പറഞ്ഞില്ല. കുറേ നാളത്തെ വാടകയും കൊടുക്കാനുണ്ടായിരുന്നു, ആ സ്ത്രീ മറുപടി പറഞ്ഞു. പിന്നെ ഇതൊക്കെ ഇവർ സംസാരിക്കുന്നത് തെലുങ്കിലാണ്. നിങ്ങൾക്ക് തെലുങ്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ പറഞ്ഞതാണ്. അല്ലാതെ എനിക്ക് തെലുങ്ക് അറിയാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ മലയാളത്തിലാക്കിയതാണ് കേട്ടോ. നോട്ട് ദ പോയിന്റ്. അപ്പോൾ പോവാം. ആ വാക്കുകൾ കേട്ടതും മനുവിൻ്റെ കാൽ കീഴിലെ മണ്ണൊലിച്ചു പോകുന്നത് പോലെ തോന്നി. അവൻ ഞെട്ടലോടെ ആ പൂട്ടിയിടിയിരിക്കുന്ന ഇരുമ്പുവാതിലേക്ക് നോക്കി. താൻ അവിടെ വന്ന വിവരം അറിഞ്ഞതും ഭയന്നോടും പോലെ അനവധി തൻ്റെ കുടുംബത്തെയും കൂട്ടി ആ രാത്രിയിൽ തന്നെ അവിടെ നിന്ന് ഒളിച്ചോടിയിരിക്കുന്നു. മനു ആകെ ശൂന്യനായ ആ ഫ്ലാറ്റിൻ്റെ ഉമ്മറത്ത് നിന്നു. ഹൈദരാബാദ് എന്ന ഈ വൻ നഗരത്തിൻ്റെ തിരക്കുകൾക്കിടയിലേക്ക് അവൾ എവിടെയാണ് മറഞ്ഞിരിക്കുന്നതെന്ന് കണ്ടെത്തുക ഇനി അസാധ്യമാണ്. ഒരു മേൽവിലാസമോ ഒരു ഫോൺ നമ്പറോ പോലും ഇല്ലാതെ അവളെ എവിടെ പോയി അന്വേഷിക്കും? തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവളോട് നേർക്കുനേർ നിന്ന് കണക്കുകൾ ചോദിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് അവൻ നാട്ടിൽ നിന്നും വണ്ടി കയറിയത്. എന്നാൽ തൻ്റെ കയ്യെത്തും ദൂരത്തു നിന്നും അവൾ വീണ്ടും രക്ഷപ്പെട്ടിരിക്കുന്നു. നഗരത്തിലെ വലിയ റോഡുകളിലൂടെയും ആളുകൾക്കിടയിലൂടെ നടക്കുമ്പോഴും മനുവിൻ്റെ മനസ്സ് വല്ലാതെ പതറുന്നുണ്ടായിരുന്നു. ലക്ഷ്യമില്ലാതെ എങ്ങോട്ടെന്നറിയാതെ അവൻ ആ തിരക്കിലേക്ക് നടന്നു നീങ്ങി. നഗരത്തിലെ വലിയ റോഡിലൂടെ ആളുകൾക്കിടയിലൂടെ നടക്കുമ്പോഴും മനുവിൻ്റെ മനസ്സ് വല്ലാതെ പതറുന്നുണ്ടായിരുന്നു. ദേഷ്യവും നിരാശയും അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു. തനിക്ക് മുന്നിലുണ്ടായിരുന്ന നേരിയ ഒരു പിടിവള്ളി നഷ്ടപ്പെട്ടതിൻ്റെ നിരാശ അവനിലുണ്ടായിരുന്നു. എങ്കിൽ പോലും തോറ്റുകൊടുക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. ഇത്ര പെട്ടെന്ന് എൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്കാവില്ല അനവധ്യ. മനു പല്ല് കടിച്ചുകൊണ്ട് മന്ത്രിച്ചു. അവൻ പതിയെ ഓരോന്നൊക്കെ ആലോചിച്ചു. അവർ ഇന്നലെ രാത്രി പെട്ടെന്നൊഴിഞ്ഞു പോയതാണെങ്കിൽ ഈ ഫ്ലാറ്റിൻ്റെ ഓണർ അറിയാതെ അത് സാധ്യമല്ല. അഡ്വാൻസ് തുക തിരികെ വാങ്ങാനോ അല്ലെങ്കിൽ ബാക്കി കൊടുക്കാനുള്ള വാടക തീർക്കാനോ അവർക്ക് അയാളെ കോണ്ടാക്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും. ഒരുപക്ഷെ അവരുടെ പുതിയ ഫോൺ നമ്പറോ വിലാസമോ അയാളുടെ പക്കൽ കാണും. മനസ്സിൽ ഒരു പുതിയ പ്രതീക്ഷയുടെ കനൽ തെളിഞ്ഞതും മനു വേഗത്തിൽ തിരികെ നടന്നു. അവൻ വീണ്ടും ആ പഴകി പൊളിഞ്ഞ ഫ്ലാറ്റിലേക്ക് കയറി ചെന്നു. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിയോട് തെലുങ്കും ഇംഗ്ലീഷും കലർത്തി സംസാരിച്ച് ആ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥനായ വെങ്കട്ടറെഡ്ഡി എന്ന് പറയുന്ന ആളുടെ ഫോൺ നമ്പറും ഓഫീസിൻ്റെ വിലാസവും ഒക്കെ അവൻ അന്വേഷിച്ചറിഞ്ഞു. അവിടെ നിന്നും അവൻ നേരെ പോയത് ആ ഓണറുടെ അടുത്തേക്കായിരുന്നു. വെങ്കട്ടറെഡ്ഡിയുടെ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ മനുവിൻ്റെ മുഖത്ത് വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു അപരിചിതൻ ഗൗരവത്തോടെ കയറി വരുന്നത് കണ്ട് ആ മധ്യവയസ്കൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ആരാ? എന്താവശ്യം? അയാൾ ചോദിച്ചു. ഞാൻ ഡോക്ടർ മാനവർമ്മ, കേരളത്തിൽ നിന്ന് വരുന്നതാണ്. നിങ്ങളുടെ 304-ാം നമ്പർ ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന അനവധിയെ തിരക്കിയാണ് ഞാൻ വന്നത്. മനു തൻ്റെ ശബ്ദത്തിൽ ഒരു ഡോക്ടറുടെ പക്വതയോടെ തന്നെ ചോദിച്ചു. മനുവിൻ്റെ ആ നോട്ടവും ഗൗരവവും കണ്ടപ്പോൾ തന്നെ എന്തോ വലിയ പ്രശ്നമാണെന്ന് വെങ്കട്ടറെഡ്ഡിക്ക് ഒരു നിമിഷം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. തുടരും. നിങ്ങളെ കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ കമൻസിന് റിപ്ലൈ തരാത്തത് ഇൻറ്റൻഷനലി അല്ല, എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഒരാൾക്ക് റിപ്ലൈ തന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾക്കിടയിൽ തന്നെ ഒരു പ്രശ്നവും. അതുകൊണ്ടാണ് ഞാൻ ആർക്കും റിപ്ലൈ തരാത്തത്. എല്ലാവരുടെയും കമൻസ് ഞാൻ കാണുന്നുണ്ട്. എല്ലാവരോടും നല്ല സ്നേഹം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഈ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻസ് ഇടുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ 7 മണിക്ക് തന്നെ അടുത്ത പാർട്ട് വരുന്നതാണ്. ബൈ.